നല്ല ഒരു സമ്മേളനത്തിൻ്റെ എല്ലാ അച്ചടക്കവും സമ്മേളനത്തിൻ്റെ നല്ല അന്തരീക്ഷവുമുണ്ട് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ കൊച്ചനിയത്തിമാരെ ഇങ്ങനെ വേർതിരിക്കണമോ എന്നൊരു സംശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. എനിക്കതെന്താണെന്ന് അങ്ങനെ വേർതിരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ആ കാര്യത്തിലുള്ള അഭിപ്രായം. മറ്റൊന്ന്, ഇവിടെ MSMൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങളും ആമുഖമായി MSMൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിലൊരു വാചകം, അറിയാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള പ്രായത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിൽ ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ പ്രതിനിധീകരിക്കുക, അമുസ്ലിം വിദ്യാർത്ഥികൾക്കിടയിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുക, അധർമ്മവും സാമൂഹ്യ കുറ്റകൃത്യങ്ങളും വ്യാപകമാകുന്ന കലാലയങ്ങളിൽ ധാർമ്മിക ജീവിതത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുക, വിദ്യാർത്ഥിക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഈ സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ആശയങ്ങളാണ് കലാലയ അന്തരീക്ഷത്തിൽ നിങ്ങൾ മറ്റ് സമൂഹങ്ങളുടെ ഇടയിൽ പകരാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് ഏത് വിധത്തിലുള്ള ഇടപെടലുകളാണോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്, അതിലൊക്കെ നിങ്ങളുടെ കൂടെ ഒത്തുചേരാൻ ഞങ്ങളൊക്കെ സന്മനസ്സുള്ളവരാണ്. പ്രത്യേകിച്ച് ഞാൻ സന്മനസ്സുള്ളവനാണ് എന്നീ സന്ദർഭത്തിൽ പറയട്ടെ. ഞാനൊരിക്കൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സമ്മേളനത്തിൽ എന്നെ വിളിച്ചപ്പോൾ ഞാനവിടെ ചെല്ലുകയുണ്ടായി. അവരുടെ സംസ്ഥാനതല ഒരു കോൺഫറൻസിൽ ഇതുപോലെ തന്നെ എന്നെ ക്ഷണിച്ചു. ഇസ്ലാം വിശ്വാസികളായ ജമാഅത്ത് ഇസ്ലാമി അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ പ്രവർത്തന മേഖലയും ഞാനിതുപോലെ വായിച്ചു നോക്കിയപ്പോൾ എനിക്കും വലിയ ആകർഷണമുള്ളതായി തോന്നി. ആകർഷണമുള്ള ആ സമീപനം, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമീപനമാണ് ജമാഅത്ത് ഇസ്ലാമിയും പ്രചരിപ്പിക്കുന്നത്. ഞാനതിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് ഉള്ളി തൊണ്ട് പൊളിക്കുന്നു പോലെ പൊളിച്ചു നോക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാനൊന്ന് അവരുമായി ഒന്ന് സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ അവരുടെ മുമ്പിൽ വിൽക്കുകയുണ്ടായി. മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാതെ ഒരാശയത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ജനാധിപത്യത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള മൂല്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുമാണ് നിങ്ങളുടെ സമീപനമെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രസ്താവന ഞാൻ പത്രത്തിൽ കാണുകയുണ്ടായി. കേരളത്തിലെ 20 പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളിൽ 2 പേരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു UDFൻ്റെ എന്ന് പറഞ്ഞാൽ ബാക്കി 18 പേരെയും ഞങ്ങൾ എതിർക്കുന്നു എന്നൊരു പ്രസ്താവന ജമാഅത്ത് ഇസ്ലാമിയുടെ കാണുകയുണ്ടായി. ഞാൻ അവിടെ നോട്ടീസ് വായിച്ചുകൊണ്ട് പറഞ്ഞു, ഈശ്വരവിശ്വാസികളായ ആളുകൾക്ക്, ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ സമീപനം എന്ന് പറയുമ്പോൾ ഞാനും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളെന്ന രീതിയിൽ ഞാനിതിലൊന്നും പെടാത്ത ഒരാളായി നിങ്ങളെന്നെ എതിർത്തു എന്ന് എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. പക്ഷേ അവരെതിർത്തെങ്കിലും എനിക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, എന്നെ എതിർത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഒരാളാണ്, അദ്ദേഹം ഒരിക്കലും ഒരു ഈശ്വരവിശ്വാസിയല്ല. അപ്പോൾ ഈശ്വരവിശ്വാസിയല്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചോദിച്ചപ്പോൾ ഈശ്വരവിശ്വാസിയായ ഞാൻ 100% ദൈവവിശ്വാസിയും ഈശ്വരവിശ്വാസിയുമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഉന്നതമായ സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. എന്തുകൊണ്ട് ഈശ്വരവിശ്വാസിയായ എന്നെ തള്ളി നിങ്ങൾ ഈശ്വരവിശ്വാസി ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു വോട്ട് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, ജീവിതത്തിൽ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളുകൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ
ഞാൻ സ്വയം അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചിട്ട് വേണമായിരുന്നു അങ്ങനെ ഒരു തീരുമാനവും പ്രഖ്യാപനവും എടുക്കാൻ എന്ന് ആ സന്ദർഭത്തിൽ ജമാഅത്തുൽ ഇസ്ലാമിയുടെ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ ഞാനൊരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. മറുപടി പറഞ്ഞുകൊണ്ട് ഒരു അതിൽപ്പെട്ട ഒരു ഭാരവാഹിയോട് പറഞ്ഞു, ഞങ്ങൾ MBA എന്തുകൊണ്ട് എതിർത്തു എന്ന് ഞങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്, പരസ്യമായ സംവാദത്തിനില്ല എന്ന് പറയുകയുണ്ടായി. ഇതുവരെ എനിക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ സാന്ദർഭികമായി ഇത് പറയാൻ കാരണം, ഇവിടെ അമുസ്ലിം എന്ന് പറയുന്നൊരു വാക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കാര്യം ഞാനിവിടെ പറയാൻ കാരണം. അമുസ്ലിം സ്വാഭാവികമായും ഇസ്ലാം വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളുകളെ ബോധ്യപ്പെടുത്തുക. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് സംഘടനയ്ക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വിനീതമായി ഞാൻ ചോദിക്കുന്നു. ഇസ്ലാം സമുദായ വിശ്വാസികളായ ദൈവവിശ്വാസികളായ മുഴുവൻ ആളുകളെയും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അതിനൊരുപാട് ഉദാഹരണങ്ങൾ എനിക്കുണ്ട്, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് എന്നുള്ളത് കൊണ്ട്. ഇനി പോകട്ടെ, മുജാഹിദ് എന്ന് പറയുന്ന സംഘടനയെ ഞാൻ വിമർശിക്കുകയാണ് എന്ന് തോന്നരുത്, എന്നെ വിളിച്ചത് തെറ്റായിപ്പോയി എന്നൊന്നും തോന്നിപ്പോകരുത് ദയവായി. മുജാഹിദ് എന്ന് പറയുന്നൊരു സംഘടന, ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് 2 സമ്മേളനം, ഒന്ന് പനമരത്തും ഒന്ന് പെരിന്തൽമണ്ണയും, 2 മുജാഹിദിൻ്റെ സമ്മേളനത്തെക്കുറിച്ച് ഞാൻ പരസ്യം കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, മുജാഹിദ് 2 ഉണ്ടോ, മുജാഹിദ് 2 ഉണ്ടോ എന്നൊരു ചിന്ത, ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ കാരണം ഒരു വിമർശന ബുദ്ധിയല്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, പച്ച പരമാർത്ഥങ്ങൾ, പച്ച സത്യങ്ങൾ കണ്ടിട്ടും കണ്ണ് അടച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. പൂർണ്ണമായും കോൺഗ്രസിൻ്റെ വിശ്വാസങ്ങളെ 100% പാലിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല എന്ന ഒരു ഉത്തരമാണ് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ പാലിക്കേണ്ട ചില മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിന് പരിപൂർണമായും വിജയിക്കാൻ കഴിയുന്നില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ കഴിയില്ല. കാരണം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി പലതും ഞങ്ങൾ പലതും പറയും. അങ്ങനെ വോട്ട് കിട്ടാനുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യം നടക്കുന്നത്. എനിക്ക് കള്ളു കുടിക്കാത്തവരും പെണ്ണ് പിടിക്കാത്തവരും സത്യസന്ധരും മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പാർലമെൻറ്റിൽ പോകില്ല, എനിക്ക് 100% അറിയാം. അപ്പം അതുകൊണ്ട് സമൂഹത്തിലെ എല്ലാ ആളുകളുമുണ്ട്, അവരുടെയൊക്കെ വോട്ട് വാങ്ങിക്കുക, ഭൂരിപക്ഷം കിട്ടുക, പാർലമെൻറ്റിൽ പോകുക, ജീവിതത്തിൽ മൂല്യങ്ങളെ പാലിക്കുക എന്നതാണ് കരണീയമായിട്ടുള്ളത് എന്ന സമീപനമാണ് പ്രായോഗികമായി ഞാൻ എടുത്തിട്ടുള്ളത്. പലപ്പോഴും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ചെറുപ്പക്കാരും നമ്മളൊക്കെ വഴിതെറ്റിപ്പോകാൻ ഒരുപാട് സാഹചര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്, ഒരുപാട് സമ്മർദ്ദങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഞാൻ പറയട്ടെ, അതിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും മോചനമുണ്ടാകണമെങ്കിൽ ഒന്ന് ഈശ്വരവിശ്വാസം, അത് മുറുകെ പിടിക്കുക എന്നത് ഏറ്റവും പ്രാഥമികമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ MP ആയി പാർലമെൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു പുതിയ ഒരാളാണ് ഡൽഹിയിൽ. എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങളെ മുഴുവനായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഞാനത് പഠിക്കാനും മനസ്സിലാക്കാനും പാർലമെൻറ്റ് ഇടപെടാനുമൊക്കെ ആദ്യം എനിക്കൊരു പരിങ്ങലുണ്ടായി. പിന്നീട് പതുക്കെ ഞാൻ മനസ്സിലാക്കുകയും ഇടപെടാൻ ശ്രമിക്കുകയും ഇപ്പോൾ എനിക്ക് നന്നായി ഇടപെടാൻ കഴിയുന്നുണ്ട്. ഞാനത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സർവജ്ഞാനികളാണ് എന്നാണ് നമ്മൾ സ്വയം നടിക്കുക പലരും. ഞാനൊരു MP ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാത്തിനും അറിവുള്ളവരാണ് എന്ന ധാരണ ഒരു കാരണവശാലും ശരിയല്ല. നമ്മളെപ്പോഴും എത്ര വയസ്സായാലും പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് സ്വാഭാവികമായും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ട്. നിങ്ങളൊരു പ്രൊഫഷൻ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നാളെ ഒരു ഡോക്ടറാകാം, നാളെ ഒരു എഞ്ചിനീയറാകാം എന്നൊക്കെയുള്ള ചിന്ത അല്ലെങ്കിൽ ആഗ്രഹമാണ് നിങ്ങളെ ഈ പഠനത്തിലേക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ SLC പാസ്സായി കഴിഞ്ഞപ്പോൾ
ഞാൻ എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു കാർഡ് വന്നു.